ഹലോ കൂട്ടുകാരെ, പെരുന്നാളായത് കാരണം തന്നെ ഇന്ന് തൊട്ടടുത്തുള്ള ഉണ്ണിയാൽ ബീച്ചിലേക്കായിരുന്നു യാത്ര. പെരുന്നാൾ ആഘോഷിക്കാനെത്തിയവരുടെ തിരക്കായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. മഴ വിട്ടുനിന്നത് കാരണം തന്നെ സഞ്ചാരികൾക്കെല്ലാം നല്ല മൂഡിൽ തന്നെ ആയിരുന്നു. ഉണ്ണിയാൽ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കടൽത്തീരമാണ്. കുറേ വർഷങ്ങളായി ആരും അതിനെ സ്പർശിച്ചിട്ടേയില്ല. വെയിൽ നിറഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കടൽത്തീരം വെളുത്ത പഞ്ചാര നിറത്തിൽ കാണപ്പെടുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഈ കാഴ്ച വളരെയധികം മനോഹരമാണ്. കടലിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഉയരമുള്ള തെങ്ങുകൾ, കല്ലുകൊണ്ട് നിർമ്മിച്ച കടൽ ഭിത്തി, മനോഹരമായ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സഞ്ചാരികൾ ഇരിക്കുവാനും ആശയങ്ങൾ കൈമാറുന്നതിനും വേണ്ടി ഈ കോൺക്രീറ്റ് ബ്ലോക്കുകളെ ആശ്രയിക്കുന്നുണ്ട്. ഉണ്ണിയാൽ ബീച്ചിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ സവിശേഷത എന്ന് വെച്ചാൽ അതിൻ്റെ നീളമാണ്. ഡ്രൈവിംഗ് റോഡിന് സമാന്തരമായി 1 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന കടൽത്തീരമാണ് ഉണ്ണിയാൽ കടപ്പുറം. കാണാൻ വരുന്ന സഞ്ചാരികൾക്ക് വാഹനത്തിൽ നിന്നും ഇറങ്ങാതെ തന്നെ സാഗരഭംഗി ആസ്വദിക്കാൻ കഴിയും എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ബീച്ചിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ തിരൂർ പട്ടണത്തിൻ്റെ ഒരു തീരദേശ ശാഖയാണ് ഉണ്ണിയാൽ. യൂട്യൂബ് വ്ളോഗർമാരും മറ്റ് സോഷ്യൽ മീഡിയ സ്വാധീനങ്ങളും കൂടാതെയുള്ള വീഡിയോകളിലൂടെയും റീലുകളിലൂടെയും അവരുടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുന്നവരെയും ഉണ്ണിയാൽ ബീച്ച് പൊതുജനങ്ങൾക്ക് താരതമ്യേന അജ്ഞാതമായിരുന്ന ഈ ബീച്ച് വളരെയധികം താല്പര്യം ജനിപ്പിച്ചു. ഉഷ്ണമേഖലാക്കാറ്റ് മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനാൽ കുടുംബങ്ങളും യുവാക്കളും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ബീച്ചിലേക്ക് പോകുന്നത് പതിവായി കാണുന്നു. ഇവിടെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ നിന്നും 5 കിലോമീറ്റർ മാത്രമേ ഉണ്ണിയാൽ തീരത്തേക്കുള്ളൂ. തീരത്തോട് തൊട്ടുചേർന്ന് പ്രവൃത്തികൾ പുരോഗമിക്കുന്ന മിനി ലേക്കിൻ്റെ പ്രവർത്തനം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. തീർച്ചയായും മലപ്പുറം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറാവുന്ന ഉണ്ണിയാൽ ബീച്ചും ലേക്കും സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതട്ടെ. ഇത്രയുള്ള വീഡിയോ. ഏതായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഉണ്ണിയാൽ ബീച്ചിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. സൗകര്യം കിട്ടുന്നവർ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണ രീതിയിൽ തന്നെ ഉണ്ണിയാൽ ബീച്ചിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അതിലും ചേർത്തിട്ടുണ്ട്.